പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. തലക്കെട്ട് കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിക്കാണും ഞാൻ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന്. അടുത്ത 7-8 വർഷങ്ങൾ നമ്മൾ ക്രിസ്ത്യാനികൾക്ക് പ്രത്യേകിച്ച് ഞെരുക്കങ്ങളുടെ ഒരു കാലഘട്ടം ആയിരിക്കും. എവിടെയും പീഡനങ്ങളുണ്ടാകും. നമുക്കത് നമ്മുടെ നാട്ടിലും ധാരാളം പീഡനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. 7-8 വർഷം എന്ന് പറയുവാൻ ഒരു കാരണമുണ്ട്. കാരണം മഹാജൂബിലിയിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നു. തിരുസഭ എല്ലാ 25-ാം വർഷവും ജൂബിലി ആഘോഷിക്കുന്നുണ്ട്. എന്നാൽ ഒരു വലിയ ജൂബിലി 2033 ആണ് എന്ന് നമുക്കറിയാം. അത് ചരിത്രത്തെ രണ്ടായി കീറിയതിന്റെ ഓർമ്മ കൂടി ആണ്. നമുക്കറിയാം, യേശു കുരിശിൽ മരിച്ചപ്പോൾ ലോകം രണ്ടായി തീർന്നു. ആ ഹൃദയം പിളർക്കപ്പെട്ടപ്പോൾ ക്രിസ്തുവിന് മുമ്പും ക്രിസ്തുവിന് ശേഷവുമെന്ന് ലോകം തന്നെ വേർതിരിയപ്പെട്ടു. അതിന്റെ 2000-ാം വർഷം തികയാണ് നമുക്കറിയാം 2033. അപ്പോൾ ഈശോയുടെ പീഡാസഹനങ്ങൾ, രക്ഷ നൽകൽ, ഉത്ഥാനം, സ്വർഗാരോഹണം, കുർബാനയുടെ സ്ഥാപനം നമ്മോടുകൂടി ആയിരിക്കാനായിട്ട് പെന്തക്കോസ്ത അനുഭവം, അതുപോലെ സുവിശേഷീകരണത്തിനായിട്ട് ശിഷ്യന്മാരെ അയക്കൽ തുടങ്ങിയവയുടെ എല്ലാം ഒരു വലിയ ജൂബിലിയാണ്. കർത്താവ് അതിന് ഇന്ന് നമ്മെ ഒരുക്കുന്ന ഒരു കാലഘട്ടം ആണ്. അതെ, നാം നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. നമ്മളിത് നോക്കുമ്പോൾ നാം ആയിരിക്കുന്ന സഭയിൽ, നാം ആയിരിക്കുന്ന ആ കൂട്ടായ്മയിൽ നമ്മൾ അതിന്റെ ആന്തരിക അർത്ഥങ്ങളിലേക്ക് കടന്നു പോകാതെ, അതായത് യേശു നമ്മൾ ചെയ്ത കാര്യങ്ങളുടെ ആഴമായ സത്യങ്ങളിലേക്ക് പോകാതെ ബാഹ്യ ഓർമ്മയാചരണങ്ങളും ചരിത്ര സ്മരണങ്ങളും പെരുന്നാൾ നടത്തലും ഇപ്പോൾ ഭൗമികമായിട്ട് രാഷ്ട്രീയമായിട്ട് ഗ്രൂപ്പ് തിരിഞ്ഞ ഷണ്ടയും എല്ലാമായിട്ടാണ് നാം കാണുന്നത്. യഥാർത്ഥ ക്രിസ്തുവിലുള്ള ജീവിതം വളരെ വിരളമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം ആരാണ് യേശുക്രിസ്തുവിൻ ഉള്ളവർ. നമുക്കറിയാം പൗലോസ് അപ്പോസ്തലൻ ഒരു വിജാതിയൻ എന്ന് പറഞ്ഞാൽ യഹൂദനായിരുന്നു. കടിച്ചപ്പൊട്ടാത്ത ഒരു യഹൂദൻ. യേശുവിനെ അനുഗമിക്കുന്നവരെയും കൊന്നൊടുക്കുവാനുള്ള ഒരു തീവ്രവാദി. ഭവനങ്ങൾ തോറും കയറി ഇറങ്ങി സ്ത്രീകളെയും കുട്ടികളെയും പിടിച്ചിറക്കി കൊന്നുകൊണ്ടിരുന്നവൻ. എസ്തഫാനോസിന്റെ കല്ലേറിന് നേതൃത്വം കൊടുത്തവൻ. ഇനി അവൻ യേശുവിന്റെ സ്വരം കേട്ടു, യേശുവിന്റെ മുഖം കണ്ടു, അവൻ ആട് മാറിപ്പോയി. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം തിരുനാൾ ആഘോഷിച്ചു. പൗലോസിന്റെ സാവൂള് പൗലോസായി മാറി. അവൻ യേശുവിന്റെ ജീവിതം ആരംഭിച്ചു അന്നു മുതൽ യാതൊരു കോംപ്രമൈസും വിട്ടുവീഴ്ചയും കൂടാതെ. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാനല്ല, ഇനി എന്നിൽ ക്രിസ്തു ജീവിക്കുന്നു, കാരണം ഞാൻ യേശുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം വ്യക്തമായിട്ട് ഗലാത്യർക്ക് ലേഖനത്തിന്റെ 5-ാം അധ്യായം 14 പറഞ്ഞത്, യേശുക്രിസ്തുവിനുള്ളവൻ തങ്ങളുടെ ജഡത്തെ അതിന്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നുവെന്ന്. നാം നമ്മോട് തന്നെ ആത്മശോധന ചെയ്യണം, നമ്മളൊരു ക്രിസ്ത്യാനിയാണോ എന്ന്. അദ്ദേഹം തന്നെയാണ് ഗലാത്യർ 6-ാം അധ്യായം 14 പറഞ്ഞത്, യേശുവിനെ പ്രതി ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അത് ഈ ക്രൂശിക്കപ്പെടൽ ഒരു പക്ഷേ നമ്മൾ തിരസ്കരിച്ചിരിക്കുന്നു, നാം വേണ്ട എന്ന് വെച്ചിരിക്കുകയാണ്. സഹനം, വേദന, തിരസ്കരണം ഇതൊന്നും നമുക്ക് ആവശ്യമില്ല എന്ന ധാരണയിൽ സുഖലോലുപതയിൽ നമ്മൾ മുന്നോട്ട് പോവാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ. അതുകൊണ്ട് കർത്താവ് ഈ അടുത്ത വർഷങ്ങളിൽ ഒരു വലിയ ശുദ്ധീകരണം നമുക്ക് തരികയായിരുന്നു. പൗലോസ് പറഞ്ഞ പോലെ നമുക്കും പറയാൻ സാധിക്കണം. ഫിലിപ്പിയർക്ക് ലേഖനത്തിന്റെ അധ്യായം 3:6 മുതൽ 7 വരെ പറഞ്ഞിരിക്കുന്ന പോലെ, എനിക്ക് ഈ ലോകത്തിൽ ലാഭമായിരുന്നവയെല്ലാം ക്രിസ്തുവിനെ പ്രതി നഷ്ടമാക്കി ഞാൻ കണക്കാക്കി. അവനെ പ്രതി ലോകത്തിലെ സർവ്വതും ഞാൻ നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ്. ഹല്ലേലൂയ. ഇത് നമ്മൾ ചിന്തിക്കണം, വളരെ ആഴമായി ചിന്തിക്കണം.
അദ്ദേഹം പട്ടാളത്തിലെ ഒരാളായിരുന്നു, മിക്കവാറും ഒരു മേധാവിയായിരുന്നു, പണവും സമ്പാദ്യവും എല്ലാം ഉണ്ടായിരുന്ന വലിയ കുലീന കുടുംബത്തിലെ ആളായിരുന്നു പൗലോസ്. അവൻ പറയാണ്, അവൻ യേശുവിനെ പ്രതി എല്ലാം ത്യജിക്കാൻ തയ്യാറായി. പ്രിയപ്പെട്ടവരെ, ഈ മനോഭാവം നമ്മൾ ക്രിസ്ത്യാനികൾ ഉൾക്കൊള്ളേണ്ട കാലം കഴിഞ്ഞു പോയിരിക്കുന്നു. ഇതൊക്കെ നമ്മൾ പ്രസംഗിക്കുന്നുവെങ്കിലും നമ്മൾ ആരും പ്രവൃത്തിയിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. ആരാണ് ക്രിസ്ത്യാനി? ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ, അവന്റെ ആ ക്രൂശിത ജീവിതത്തോട് താരതമ്യപ്പെടുത്തിക്കൊണ്ട് വിശുദ്ധീകരിക്കുന്നവൻ. നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, യേശുക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ ഒരു പുതിയ സൃഷ്ടിയാണ്. യേശുക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. പഴയത് കടന്നുപോയി, പുതിയത് വന്നു കഴിഞ്ഞു. 2 കൊറിന്തോസ് 5:17. നാം ഇതൊക്കെ ചിന്തിക്കുന്നുണ്ടോ? നമ്മളിപ്പോഴും ഈ പഴയ ജീവിതത്തോടുകൂടി ഒട്ടിച്ചേർത്ത് കൂടുതൽ മുതൽ സമ്പാദിക്കുവാൻ, പ്രശസ്തി കിട്ടുവാൻ, പേര് കിട്ടുവാൻ എല്ലാം നടക്കുകയല്ലേ ചെയ്യുന്നത്? യേശുവിന്റെ ക്രൂശ് രൂപം കൈപ്പിടിച്ചുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുന്ന എന്തിനു വേണ്ടി? മുതലുണ്ടാക്കാൻ, പണമുണ്ടാക്കാൻ, ഈ ലോക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ? 1 കൊറിന്തോസ് 15:29 പറയുന്ന പോലെ ഈ ലോകത്തിലെ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നാം അവനിൽ പ്രത്യാശ വച്ചിരിക്കുന്നത് എങ്കിൽ മറ്റാരേക്കാൾ ദൗർഭാഗ്യവാന്മാരാണ് നമ്മൾ. ഈ ദൗർഭാഗ്യം നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മക്കളെ, മറന്നു പോകരുത്. നമ്മൾ അന്വേഷിക്കേണ്ടത് എന്തായിരിക്കണം? യേശുക്രിസ്തുവുള്ള ആ പുതിയ ജീവിതമാണ്. നമ്മൾ വായിക്കുന്നുണ്ട്, ഗലാത്യർക്ക് ലേഖനത്തിൽ തന്നെ പൗലോസ് പറയുന്നു, 6:15 പരിച്ഛേദന കർമ്മം നടത്തുന്നതിലോ നടത്താതിരിക്കുന്നതിലോ കാര്യമില്ല, പുതിയ സൃഷ്ടിയാവുക എന്നതാണ് പരമപ്രധാനം. ഹല്ലേലൂയ. ഈ ധ്യാനങ്ങളൊക്കെ കൂടിയിട്ടും കൺവെൻഷനൊക്കെ കൂടിയിട്ടും അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടും അനുഭവിച്ചിട്ടും ആ പഴയതിനെ ഉപേക്ഷിച്ചിട്ടുണ്ടോ? ഇപ്പോഴും നമുക്കറിയാം, ചെറിയ കാര്യമാണെങ്കിൽ പോലും സിഗരറ്റും മദ്യക്കുപ്പിയും ലഹരിയും അതുപോലെ തന്നെ നീല പടങ്ങൾ കാണിക്കുന്ന മൊബൈലും എല്ലാം കൈത്തൂക്കി പിടിച്ചുകൊണ്ട് പള്ളിപ്പാൻ നേരമില്ല, പ്രാർത്ഥിക്കാൻ നേരമില്ല, അല്ലെങ്കിൽ വ്യക്തിപരമായി പ്രാർത്ഥിക്കാൻ നേരമില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയല്ലേ ചെയ്യുന്നത്. പഴയ ജീവിതത്തിന് ഒരു പുതിയ പഴയ ജീവിതം കർത്താവിൽ മരിച്ച് സംസ്കരിക്കപ്പെട്ട് യേശുവിന്റെ ഉത്ഥാനം ചെയ്ത ഒരു ജീവിതം നമ്മൾ ജീവിക്കുന്നുണ്ടോ? അതിനല്ലേ നമ്മൾ മാമോദീസ സ്വീകരിച്ചത്? റോമ 6:3 വ്യക്തമായി പറയുന്നുണ്ട്, നാം അവിടത്തോടുകൂടി മരിച്ച് സംസ്കരിക്കപ്പെട്ട് ആത്മാവിൽ ഉയർപ്പിക്കപ്പെട്ടവരാണ് എന്ന്. പ്രിയമുള്ളവരെ, സംഭവിക്കാത്തത് കൊണ്ട് ഈ അടുത്ത കാലങ്ങളിൽ കർത്താവ് നമ്മളെ ശുദ്ധീകരിക്കും. കർത്താവ് തന്നെ പറഞ്ഞല്ലോ, യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിന്റെ 16:33 ഈ ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടായിരിക്കും, എങ്കിലും ധൈര്യമായിരിക്കും, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. ഇവിടെയാണ് ക്രിസ്ത്യാനികളായ നിങ്ങളോട്, എന്റെ മക്കളായ നിങ്ങളോട് എനിക്ക് പറയുവാൻ, ഏറെ ഞെരുക്കങ്ങളുടെ കാലം ഇതാ വന്നു കഴിഞ്ഞു, നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവിന്റെ വലിയ ഭീകര ദുരിതത്തെപ്പറ്റി പറയുന്നുണ്ടല്ലോ. ലോകാരംഭം മുതൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ലാത്ത, ഇനി ഉണ്ടാകാനിടയില്ലാത്ത ഉഗ്രപീഡനം ഉണ്ടാകും. തെരഞ്ഞെടുക്കപ്പെട്ടവരെ പ്രതി ആ ദിവസങ്ങൾ പരിമിതപ്പെടുത്തും. മത്തായിയുടെ സുവിശേഷം 24:21-22 പ്രിയപ്പെട്ടവരെ, ഇന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഏതാനും പേരുണ്ട്. കണിശമായിട്ടും കരിസ്മാറ്റിക് നവീകരണത്തിലൂടെയോ മറ്റേ നവീകരണത്തിലൂടെയോ വ്യക്തിപരമായ പരിശുദ്ധ ജീവിതത്തിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട കർത്താവിനറിയാവുന്ന കുറെ പേരുണ്ട്. അവരെ വീണ്ടും വിശുദ്ധീകരിക്കാനായിട്ടാണ് കർത്താവ് ഈ ഉഗ്രപീഡനത്തിന്റെ ദിവസങ്ങൾ പരിമിതപ്പെടുത്തിയിരിക്കുന്നത്. മറക്കരുത്. ദൈവത്തെ സ്തോത്രം പറയാം. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം. ഇവിടെ പ്രിയ ക്രൈസ്തവരെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, നമ്മോടുകൂടെ ഈ ലോകത്തെ കീഴടക്കിയവനായ യേശു ഉണ്ട്. എങ്ങനെയാണ് ഈ ലോകത്തെ കീഴടക്കേണ്ടത് എന്ന് കർത്താവ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് യോഹന്നാനിലൂടെ. 1 യോഹന്നാൻ 5:4-5 ലോകത്തിന്റെ മേലുള്ള വിജയം ഇതാണ്, നമ്മുടെ വിശ്വാസം. യേശുക്രിസ്തു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നവനല്ലാതെ മറ്റാരാണ് ലോകത്തെ ജീവിക്കുന്നത്? ഹല്ലേലൂയ. ലോകത്തെ അതിജീവിക്കുന്നത് യേശുക്രിസ്തുവിനെ മുറുകെ പിടിച്ചുകൊണ്ട്. ആ യോഹന്നാൻ തന്നെ പറയാണ്, ദൈവത്തിൽ നിന്ന് ജനിച്ച ഏവനും ലോകത്തെ കീഴടക്കുന്നു. ഹല്ലേലൂയ. പ്രിയ ക്രൈസ്തവരെ, പരിശുദ്ധാത്മാവിൽ വീണ്ടും ജനിക്കപ്പെട്ടവരാണ് നമ്മൾ. മറക്കരുത്.
പരിശുദ്ധാത്മാവിൽ സ്നാനം സ്വീകരിച്ചവരാണ് നമ്മൾ മറക്കരുത്. നമ്മുടെ കൂടെ യേശു വസിക്കുന്നുണ്ട്. യേശുവിന് ദേവാലയമാണ് നമ്മൾ. അപ്പോൾ നമ്മൾ എപ്പോഴും വിജയം വരിക്കേണ്ടവരാണ്. ഈ ലോകത്തിലെ ഈ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ കടന്നു പോകുമ്പോൾ എന്ന കാര്യം അത് നമ്മൾ മറക്കരുത്. അത് വ്യക്തമായിട്ട് കർത്താവ് പഠിപ്പിക്കുകയാണ്. അതുപോലെ പറയുന്നുണ്ടല്ലോ 2 തിമോത്തി 3:12 യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും. ഹല്ലേലൂയ. ഇത് വലിയ സത്യമാണ് മക്കളെ. നിശ്ചയമായിട്ടും ഈ അത്യുഗ്ര പീഡനം വരെ കടന്നു വരികയാണ്. നമുക്കിവിടെയാണ് കർത്താവിനെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടത്. നമ്മൾ മത്തായി സുവിശേഷത്തിന്റെ 24-ാം അധ്യായത്തിൽ അത് ധാരാളം കേൾക്കുന്നുണ്ടല്ലോ. അതെല്ലാം നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പ്രത്യേകിച്ച് 24-ാം അധ്യായം 6 മുതൽ വചനങ്ങൾ നിങ്ങൾ യുദ്ധങ്ങളെപ്പറ്റി കേൾക്കും. അവയെപ്പറ്റിയുള്ള കിംവദന്തികളും. എന്നാൽ നിങ്ങൾ അസ്വസ്ഥരാകരുത്. കാരണം ഇതെല്ലാം സംഭവിക്കേണ്ടതാണ്. ഹല്ലേലൂയ. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുക മക്കളെ, മറന്നു പോകരുത്. ഇനിയും ഇതെല്ലാം സംഭവിക്കേണ്ടതാണ്. എന്നാൽ ഇനിയും അവസാനമായിട്ടില്ല. ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും ഉണർന്നെഴുന്നേൽക്കും. ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും പല സ്ഥലങ്ങളിലും ഉണ്ടാകും. ഇതെല്ലാം ഈറ്റുനോവിന്റെ ആരംഭം മാത്രം. നിങ്ങളെ പീഡനത്തിന് അവർ ഏൽപ്പിച്ചു കൊടുക്കും. അവർ നിങ്ങളെ വധിക്കും. എന്റെ നാമനിമിത്തം സർവ്വജനങ്ങളും നിങ്ങളെ ദ്വേഷിക്കും. അനേകർ വിശ്വാസം ഉപേക്ഷിക്കുകയും പരസ്പരം ഒറ്റിക്കൊടുക്കുകയും ദ്വേഷിക്കുകയും ചെയ്യും. നിരവധി വ്യാജപ്രവാചകന്മാർ പ്രത്യക്ഷപ്പെട്ട് അനേകരെ വഴിതെറ്റിക്കും. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം നിങ്ങൾ വിലയിരുത്തി വായിക്കണം. ഇതിപ്പോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ഇടയിൽ, നമ്മുടെ കേരളത്തിൽ തന്നെയും. ഇത് മറക്കരുത്. ഇനിയും അധർമ്മം വർദ്ധിച്ചിരിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തു പോകുന്നു. അവസാനം വരെ പിടിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും. ഇതൊക്കെ ഓർക്കണമേ. അതിനുശേഷം മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 21-ാം വചനം എന്തെന്നാൽ, ലോകാരംഭം മുതൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ലാത്ത, ഇനിയും ഉണ്ടാകാനിടയില്ലാത്ത ഉഗ്രപീഡനങ്ങൾ ഉണ്ടാകും. ആ ദിവസങ്ങൾ പരിമിതിപ്പെടുത്തിയിരിക്കുകയാണ് നമ്മളെ പ്രതി. അതായത് കുറെ പേരുണ്ട് നല്ല ക്രിസ്ത്യാനികളായി ജീവിക്കുന്നവർ. അവരെ അഗ്നിശുദ്ധീകരണത്തിലൂടെ കടത്തിക്കൊണ്ട് പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് തയ്യാറായിരിക്കണം. അവിടെ നമ്മൾ വിശ്വാസം ത്യജിക്കാൻ പാടില്ല, പിടിച്ചു നിൽക്കണം. അതാണ് കർത്താവ് പറയുന്നത്. അതുകൊണ്ട് ഈ വരുന്ന വർഷങ്ങൾ അത്യുഗ്രമായിട്ട് നമ്മളെ എല്ലാവരും മാറ്റി നിർത്തും. മറ്റ് മരങ്ങൾ മാറ്റി നിർത്തും, രാഷ്ട്രീയക്കാർ മാറ്റി നിർത്തും. എല്ലായിടത്തും ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ ഒരു പുച്ഛമായിരിക്കും. അപ്പൊ ഈ കാലഘട്ടത്തിൽ അത് കള്ളപ്രവാചകന്മാർ അത് പ്രത്യക്ഷപ്പെടും. അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തി വേർതിരിക്കപ്പെട്ടവരെ അഥവാ തെരഞ്ഞെടുക്കപ്പെട്ടവരെ കൂടെ വഴിതെറ്റിക്കും. അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തിക്കൊണ്ട് ധാരാളം പേരെ വഴിതെറ്റിക്കുന്ന പ്രക്രിയകൾ ഇന്ന് ഉണ്ട് എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാമല്ലോ. പ്രിയപ്പെട്ടവരെ, ഇവിടെ അത് ഏറെ ചിന്താശകലങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുവാൻ നേരമില്ല എങ്കിലും അത് പങ്കുവെക്കുകയാണ് വേദനയോടും സങ്കടത്തോടും കൂടി. അത് ഹെബ്രായക്കാർക്കെതിരെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 11-ാം അധ്യായം 23 മുതൽ വചനങ്ങൾ. അതായത് മൂശയെ പറ്റി പറഞ്ഞിരിക്കുന്ന ഭാഗം. 11-ാം അധ്യായം മുഴുവൻ വിശ്വാസത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത് ആണ്. മൂശയെ പറ്റി പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം. വിശ്വാസം മൂലം മൂശയെ അവൻ ജനിച്ചപ്പോൾ മാതാപിതാക്കന്മാർ 3 മാസത്തേക്ക് ഒളിച്ചു വച്ചു. എന്നാൽ കുട്ടി സുന്ദരനാണെന്ന് അവർ കണ്ടു. രാജകൽപ്പനയെ അവൻ ഭയപ്പെട്ടില്ല. മൂശ വളർന്നു വന്നപ്പോൾ ഫറവോയുടെ മകളുടെ മകനെന്ന് വിളിക്കപ്പെടുന്നത് വിശ്വാസം മൂലം അവൻ ത്യജിച്ചു. എന്ന് പറഞ്ഞാൽ രാജകൊട്ടാരത്തിലെ ജീവിതം പോലും തന്റെ തനതായ ജീവിതത്തിന് വേണ്ടിയിട്ട് ഉപേക്ഷിച്ചു എന്ന്. നമ്മുടെ തനതായ ക്രിസ്തീയ ജീവിതത്തിന് വേണ്ടി അത് നമ്മൾ പലതും ഉപേക്ഷിക്കേണ്ട ഒരു കാലഘട്ടമാണ് മക്കളെ. ഇനി പറയാണ്, പാപത്തിന്റെ നൈമിഷിക സുഖങ്ങൾ ആസ്വദിക്കുന്നതിനേക്കാൾ ദൈവജനത്തിന്റെ കഷ്ടപ്പാടുകൾ പങ്കുചേരുന്നതിനാണ് അവൻ ഇഷ്ടപ്പെട്ടത്. ഹല്ലേലൂയ. ഈ പീഡനങ്ങളും ദുരിതങ്ങളും ഉണ്ടാകുമ്പോൾ രാഷ്ട്രീയ പാർട്ടിക്കാരോട് ചേർന്നുകൊണ്ട്, അല്ലെങ്കിൽ മന്ത്രിമാരോട് ചേർന്നുകൊണ്ട്, സമൂഹത്തിൽ സ്വാധീനമുള്ളവരോട് ചേർന്നുകൊണ്ട് അവയെല്ലാം നിഷേധിച്ചുകൊണ്ട് സുഖജീവിതത്തിനുള്ള വിളി ലോകത്തിൽ നിന്നുണ്ടാകും. എന്നാൽ നാം ലോകത്തിൻ്റെതല്ലാതെ ഈ നൈമിഷികമായ സുഖങ്ങളുടെ പിന്നാലെ പോകാതെ കണ്ട് പിന്നെയോ പാപത്തിന്
ആസ്വദിക്കാതെ പാപരഹിതമായിട്ട് ആ കഷ്ടപ്പാടുകൾ സഹിച്ചുകൊണ്ട് നമ്മോടൊപ്പം സഹിക്കുന്ന ധാരാളം പേരുണ്ട്. അവരോടൊന്നിച്ച് സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടവരാണ് നമ്മൾ ഓർക്കണം. അത് തുടർന്ന് പറയാണ്, നോക്കണം, ഹെബ്രായക്കാർക്ക് ഈ ലേഖനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതാണ് മൂശയെപ്പറ്റി. 11-ാം അധ്യായം 26, ക്രിസ്തുവിനെ പ്രതി സഹിക്കുന്ന നിന്ദനങ്ങൾ ഈജിപ്തിലെ നിധികളെക്കാൾ വിലയേറിയ സമ്പത്തായി അവൻ കരുതി. ഹല്ലേലൂയ. അന്ന് ക്രിസ്തു ജനിച്ചിട്ടില്ല, മനുഷ്യാവതാരം നടന്നിട്ടില്ല എന്ന് പറയണം, പഴയ നിയമത്തിലാണ്. എന്നിട്ട് പോലും അവന്റെ പ്രത്യാശ വരാനിരിക്കുന്ന ക്രിസ്തുവിലായിരുന്നു. പ്രിയമുള്ളവരാണ് ആത്മീയ ജീവിതത്തിന്റെ ആഴങ്ങളിലേക്ക് ചിന്തിക്കേണ്ടത്. അവിടെ വെച്ച് തന്നെ അവൻ ആത്മീയമായിട്ട് യേശുവിനെ അവന്റെ സഹനങ്ങളിൽ കണ്ടു എന്നല്ലേ എന്റെ അർത്ഥം. ദൈവത്തെ മുഖാമുഖമായി കണ്ടവനാണ് മൂശ എന്ന് നമുക്കറിയാം. അവനോട് സംസാരിച്ചവനാണ്. അവനിൽ യേശുവിനെ കണ്ടു അന്ന് തന്നെ. ഹല്ലേലൂയ. ഇനി തനിക്ക് ലാഭമായിരുന്ന പ്രതിഫലത്താലാണ് അവൻ ദൃഷ്ടി പതിച്ചത്. രാജകോപം ഭയപ്പെടാതെ വിശ്വാസത്താൽ അവൻ ഈജിപ്റ്റ് വിട്ടു. അദൃശ്യനായവനെ ദർശിച്ചാൽ എന്ന പോലെ അവൻ സഹിച്ചു നിന്നു. ഹല്ലേലൂയ. അത്ര മനോഹരമായ വാക്കാണ് നമ്മൾ വായിക്കുന്നത്. ഒന്നുകൂടെ വായിക്കുന്നു, അദൃശ്യമായവനെ ദർശിച്ചാൽ എന്ന പോലെ അവൻ സഹിച്ചു നിന്നു. അന്ന് യേശു മനുഷ്യാവതാരം ചെയ്തിട്ടില്ല, അദൃശ്യനായിരുന്നു. അദൃശ്യനായ പിതാവിനോടുകൂടി ഉണ്ടായിരുന്നു. എന്നാൽ ആത്മീയ കണ്ണുകൾ കൊണ്ട് അവനെ കണ്ടുകൊണ്ട് എല്ലാ സഹനങ്ങളും അവന്റെ സഹനത്തോടെ അന്ന് എന്ന് പറഞ്ഞാൽ 1300 വർഷങ്ങൾക്ക് മുൻപ്, യേശുവിന്റെ ജനനത്തിനും 1300 വർഷങ്ങൾക്ക് മുൻപ് ഈ മഹാനായ മൂശ കണ്ടിരുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് നമ്മൾ കാണേണ്ടത്. എപ്രകാരം കർത്താവ് തനിക്കായി വിളിക്കപ്പെട്ടവരെ മാറ്റി നിർത്തുന്നു എന്ന ആ സംഗതികൾ മനസ്സിലാക്കി നമ്മൾ യേശുവിനെ സ്തോത്രം പറയേണ്ടത്. പ്രിയപ്പെട്ടവരെ, കർത്താവ് പറഞ്ഞ വാക്കു മറക്കരുത്, ഞാൻ ഭൂമിയിൽ തീയിടാൻ വന്നിരിക്കുന്നു. അടുത്ത വർഷങ്ങൾ ഈ തീയിടലിന്റെ സമയമായിരിക്കും. ലൂക്ക 12:49. കർത്താവ് എന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, മത്തായി 24:31 മനോഹരമായ വാക്യം. നിങ്ങളത് മറക്കരുത്. ആ വചനത്തെ നിങ്ങൾ മുറുകെ പിടിക്കണമേ. യേശു പറഞ്ഞ അത് വചനം തന്നെയാണ് എന്നോർക്കണമേ. കർത്താവ് യേശുവിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്, തെരഞ്ഞെടുക്കപ്പെട്ടവരെ ഞാൻ ഒരുമിച്ച് കൂട്ടും. ഹല്ലേലൂയ. നെഞ്ചത്തെ കൈവച്ചുകൊണ്ട് പ്രിയ ക്രൈസ്തവരെ, ഒരുപക്ഷെ യേശുവിൽ വിശ്വസിക്കുന്ന അക്രൈസ്തവരെ, ഒരുപക്ഷെ നിങ്ങൾ ബാഹ്യമായിട്ട് സ്നാനം സ്വീകരിച്ചില്ലെങ്കിലും പൗലോസ്ലീഹ പറഞ്ഞ പോലെ പരിച്ഛേദനം നടത്തുന്നതിലോ നടത്താതിരിക്കുന്നതിലോ അല്ല കാര്യമിരിക്കുന്നത്, പിന്നെയോ പുതിയ സൃഷ്ടി അടിക്കുക. യേശുക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് പഴയ പാപജീവിതത്തിനെ സുല്ലിട്ട് നിർത്തിക്കൊണ്ട് യേശുക്രിസ്തുവോട് ഐക്യപ്പെട്ടൊരു പുതിയ ജീവിതം കഴിക്കുന്ന നീ ഒരു മുസ്ലിം ആയിരിക്കട്ടെ, ഒരു ഹൈന്ദവനായിരിക്കട്ടെ, ജൈനൻ ആയിരിക്കട്ടെ, ബുദ്ധമതക്കാരനായിരിക്കട്ടെ, ആരുമായിരിക്കട്ടെ, നീ രക്ഷ പ്രാപിക്കും. നിന്നെ വിളിച്ചു കൂട്ടും കർത്താവ്, ഒരുമിച്ച് കൂട്ടും. ഒരു പക്ഷെങ്കിൽ അപ്പോൾ ക്രിസ്ത്യാനിയാണ്, കത്തോലിക്കനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പുറമെയുള്ള ആചാരങ്ങളെല്ലാം നടത്തിക്കൊണ്ട് എന്നാൽ ആന്തരികത ഇല്ലാതെ പോകുമ്പോൾ അവരൊരു പക്ഷെ തിരസ്കരിക്കപ്പെട്ടു എന്ന് വരാം. പ്രിയമുള്ളവരെ, ഈ നാളുകളിൽ ആന്തരിക ക്രൈസ്തവ ജീവിതത്തിലേക്ക് ഏറെ തിരിഞ്ഞു നോക്കി ധൈര്യപൂർവ്വം നമ്മൾ മുന്നോട്ട് പോകണം. ആ വിശ്വാസ ചുരി കൂടാതെ ചെറിയ കാര്യങ്ങളുണ്ടായാലും, ഞെരുക്കങ്ങളുണ്ടായാലും, ബുദ്ധിമുട്ടുണ്ടായാലും, രോഗമായാലും അപ്പോഴെല്ലാം കർത്താവിനെ ത്യജിക്കുകയോ കുറ്റപ്പെടുത്തുക അല്ല വേണ്ടത്. ആ കർത്താവ് അപ്പനെ പോലെ നമുക്കറിയാം. പീഡനങ്ങൾ എന്ന് പറയുന്നത് ശിക്ഷയല്ല, ശിക്ഷണങ്ങളാണ്. ഹല്ലേലൂയ. ശിക്ഷണങ്ങളെപ്പറ്റി ഹെബ്രായക്കാർക്ക് ലേഖനത്തിൽ 12-ാം അധ്യായം 6 മുതൽ പറയുന്നുണ്ട്. പിതൃശിക്ഷണം. പിതൃശിക്ഷണം ഏൽക്കാത്ത ഏത് മക്കളാണുള്ളത്? മക്കളെ നല്ലവരാക്കുവാൻ, ദൈവമക്കളാക്കി തീർക്കുവാനായിട്ട് കർത്താവ് യേശു കണിശമായിട്ടും ആ ശിക്ഷണങ്ങൾ നൽകും. കാരണം നാം ദൈവത്തിന്റെ മക്കൾ ആണ്. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടവർ ദൈവത്തിന്റെ മക്കൾ ആണ്. റോമ അധ്യായം 8 വചനം 14. അപ്പോ നമ്മൾ ഈ ലോകത്തിൽ തന്നെ ദൈവമക്കളായി തീരണം. അത് കർത്താവിന്റെ ഇഷ്ടമാണ്. അതിനാണ് പരിശുദ്ധാത്മാവിനെ നൽകിയത്, നമ്മളെ ക്രിസ്ത്യാനിയാക്കിയത്, യേശു വിശ്വാസികളാക്കിയത്. അപ്പൊ പഴയതിനെ ഉപേക്ഷിക്കണം. നിശ്ചയമായിട്ടും
നമ്മൾ ഈ ലോകത്തിന്റെ മക്കളല്ല എന്ന ബോധ്യമുണ്ടാകണം. ജഡത്തിന്റെ മക്കളല്ല, പിന്നെയോ തിന്മയുടെ മക്കളുമല്ല, അശുദ്ധിയുടെയോ മ്ലേച്ഛതയുടെയോ മക്കളല്ല, പിന്നെയോ ദൈവത്തിന്റെ അതായത് പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് സ്വർഗത്തിൽ വിളിക്കപ്പെടുന്ന ആ പരിശുദ്ധന്റെ മക്കളാണ് നമ്മൾ. കാരണം അവന്റെ ആത്മാവിനെയാണ് നമ്മൾ വിശ്വാസത്തിലൂടെ സ്വീകരിച്ചിരിക്കുന്നത്, അഥവാ മാമോദീസാലെ സ്വീകരിച്ചിരിക്കുന്നത്. അത് ബാഹ്യമായ ഒരു കർമ്മമല്ല, അത് കണിശമായിട്ടും ഇതൊരു പോരാട്ടമാണ്. നമുക്കറിയാം ക്രിസ്തുവിലുള്ള ജീവിതം ഒരു പോരാട്ട ജീവിതമാണ്, ഒരു യുദ്ധമാണ്. ജഡത്തോടും ലോകത്തോടും പിശാചിനോടുമുള്ള ഒരു യുദ്ധം തന്നെയാണ്. അതുകൊണ്ട് ഈ ഞെരുക്കങ്ങൾ നമുക്ക് സന്മനസ്സോടെ കാണാം. ഇവിടെ ആരെയും കുറ്റപ്പെടുത്താതെ, ദൈവത്തെ പഴിക്കാതെ, മറ്റുള്ളവരെയും പഴിക്കാതെ, എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട്, ദൈവത്തെയും സ്നേഹിച്ച് പരസ്പരം സ്നേഹിച്ച് മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ആ യേശു നിന്നെ നോക്കുമ്പോൾ, എന്നെ നോക്കുമ്പോൾ പറയാനിടയാകട്ടെ, നീ തെരഞ്ഞെടുക്കപ്പെട്ട ദാസനാണ്, നീ എന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ദാസനാണ് എന്ന്. പ്രിയ ക്രിസ്ത്യാനികളെ, പ്രത്യേകിച്ച് നമ്മുടെ വ്യക്തിത്വം ഓർത്തിരിക്കണമേ, നമ്മുടെ വ്യതിരത ഓർത്തിരിക്കണം. എന്താണ് നമ്മുടെ സ്പെഷ്യാലിറ്റി, നമ്മുടെ ഐഡന്റിറ്റി എന്നത് വിളിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട പുരോഹിത ഗണവും ദൈവത്തിന്റെ സ്വന്തവും വിശുദ്ധരുമാണ്. ഹല്ലേലൂയ. നമ്മൾ 1 പത്രോസ് 2:9 വായിക്കുന്നു, നീ തെരഞ്ഞെടുക്കപ്പെട്ടവൻ, ലോകത്തെയും തെരഞ്ഞെടുത്തു, ലോകത്തിൻ്റെതാ ജീവിക്കുവാനല്ല, ആ ലോകത്തിന്റെ മോഹങ്ങൾ അനുസരിച്ച് ജീവിക്കുവാനല്ല. അങ്ങനെ ജീവിക്കുന്നവരെ എന്നെ ശുദ്ധീകരിക്കുന്ന ഒരു കാലഘട്ടം വരുന്നു. യഥാർത്ഥ ജൂബിലി ആഘോഷത്തിൽ ഒരുപക്ഷെ അതിനു വേണ്ടിയിട്ട് ഒരുങ്ങുന്ന ഞാനോ നിങ്ങളോ പലരും കാണില്ലായിരിക്കാം. ഒരുപക്ഷെ അതിനു വേണ്ടിയിട്ട് പുറമേയുള്ള ആചാരങ്ങൾക്ക് വേണ്ടി ഒരുക്കം കൂടുന്നവരും കാണില്ലായിരിക്കും. പിന്നെയോ ഒരു പക്ഷെങ്കിൽ മലമുകളിലോ അവിടെയും ഇവിടെയും ഒക്കെ ആയിരിക്കാം ഒരു പക്ഷെങ്കിൽ അവർ അത് ആഘോഷിക്കുന്നത്. അത് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ഹെബ്രായക്കാർക്ക് ലേഖനം 11-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ അവർ ചിലർ മരണം വരെ പ്രഹരിക്കപ്പെട്ടു. മെച്ചപ്പെട്ട പുനരുത്ഥാനം പ്രാപിക്കാൻ വേണ്ടി പീഡയിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ കൂട്ടാക്കിയില്ല. ചിലർ പരിഹാസവും ചമ്മട്ടിയടിയും ബന്ധനവും കാരാഗ്രഹവാസവും സഹിച്ചു. ചിലരെ കല്ലെറിഞ്ഞു, ചിലരെ വിചാരണ ചെയ്തു, ചിലരുണ്ടായി വെട്ടിമുറിക്കപ്പെട്ടു, ചിലർ വാളുകൊണ്ട് വധിക്കപ്പെട്ടു, ചിലർ ചെമ്മരിയാളുകളുടെയും കോലാളുകളുടെയും തോല് ധരിച്ച് നിസ്സഹായരായും വേദനിക്കുന്നവരായും പീഡിതരായും അലഞ്ഞു നടന്നു. പ്രിയപ്പെട്ടവരെ, ഇത് വലിയൊരു കാര്യമാണ്. അതേപ്പറ്റി ഒരു വാക്കൂടെ പറയുന്നുണ്ട്, അവർ വനങ്ങളിലും മലകളിലും ഗുഹകളിലും മാളങ്ങളിലുമായി അലഞ്ഞു തിരിഞ്ഞു. പ്രിയമുള്ളവരെ, ആ കാലം വരികയാണ്, വന്നു കഴിഞ്ഞു എന്ന് ഞാൻ പറയും. ഈ പള്ളിമേടയും പള്ളിയും എല്ലാം പോകും, ഈ സ്ഥാപനങ്ങളും പ്രതാപങ്ങളും എല്ലാം പോകും. ആ യഥാർത്ഥ വിശ്വാസികൾ അലഞ്ഞു തിരിയും. യഥാർത്ഥ വിശ്വാസികൾ ഗുഹകളിൽ ഒഴിക്കേണ്ടി വരും. ആദിമ ക്രൈസ്തവർ ഗുഹകളിൽ കഴിഞ്ഞതുപോലെ റോമിൽ ചെന്നാൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, കാണുന്നുണ്ടല്ലോ, കാറ്റക്കുംസ് എന്ന് പറഞ്ഞാൽ ഒളിജീവിതം ജീവിച്ചത് ക്രിസ്ത്യാനികൾ. അതിന്റെ കാലം വരും. ഇപ്പോൾ അൽത്താരയുടെ പേരിലും തിരിഞ്ഞു നിൽപ്പിന്റെ പേരിലും പള്ളിയുടെ പേരിലും റീത്തിന്റെ പേരിലും ഒക്കെ ശണ്ട ഉണ്ടാക്കിക്കും. ഈ ശണ്ടയൊക്കെ നിൽക്കും. ഞാൻ പച്ചക്കെ പറയുന്നു, ഈ ശണ്ടയെല്ലാം തീർന്ന് യേശു ക്രിസ്തുവിൽ യഥാർത്ഥമായി ജീവിക്കുന്നവരെ, തെരഞ്ഞെടുക്കപ്പെട്ടവരെ, വിശുദ്ധരെ അവർ ഒന്നു ചേർക്കും. ഒരു പക്ഷേ പഴയതുപോലെ അവർ വീടുകളിലായിരിക്കാം ബലിയർപ്പിക്കുന്നത്, ഗുഹകളിലായിരിക്കാം ബലിയർപ്പിക്കുന്നത്, ഒരു മെഴുകുതിരി പോലും കാണില്ലായിരിക്കാം. ഒരു പക്ഷേ വിരിക്കാൻ ഒരു കുറിയാണ്ട് പോലും, ഒരു തുണി പോലും കാണില്ല ഈശോയുടെ ബലിയർപ്പിക്കുവാൻ. ആ കാലം വരുന്നു, ഇതാ വന്നു കഴിഞ്ഞു. അത് ഏറെ പേർക്കറിയാം ഇന്ന് ആഫ്രിക്കയിൽ സംഭവിക്കുന്നത് എന്താണെന്ന്. ഇതിനപ്പുറമാണ് നടക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാനതേപ്പറ്റി പറയുന്നില്ല. ഇതെല്ലാം സംഭവിച്ചത് നിങ്ങൾക്കറിയാം. മറ്റെല്ലാ യുദ്ധങ്ങളെപ്പറ്റി ആളുകളെല്ലാം നോക്കുന്നുണ്ട്, പറയുന്നുണ്ട്. യുദ്ധം നിർത്താനായിട്ട് വെടിനിർത്തൽ നടത്തുന്നു. എന്നാൽ ക്രിസ്ത്യാനികൾക്ക് എതിരായുള്ള വെടിനിർത്തൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. മാപ്പാപ്പ പോലും അതിനുവേണ്ടി പ്രയത്നിക്കുന്നില്ല എന്ന് വേദനയോടെ പറയട്ടെ. ഹല്ലേലൂയ. ഈ മെത്രാന്മാരും അധികാരികളുമെല്ലാം പല കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പ്രവർത്തിക്കുന്നു. അതെ, ഓരോ ദിവസവും എത്ര പേരുടെ കഴുത്താണ് അറക്കപ്പെടുന്നത്. ആ ആഫ്രിക്കയിൽ, പ്രത്യേകിച്ച് നൈജീരിയയിലും കോങ്കോയിലൊക്കെ ആരുണ്ട് ഇതിനെ പ്രതികരിക്കാൻ? ആരുമില്ല. അവർ കറമ്പന്മാരായി പോയി കാണും. സഭ ഇന്നും വെളുത്തവരുടേതായിട്ടിരിക്കുകയാണ്. ആ പോരാ പ്രിയമുള്ളവരെ, അതെ, സഭ ഇളകും, ഇളക്കി മറിക്കും.
അവർക്കുള്ള പീഡനത്തെക്കാൾ അധികം പീഡനങ്ങൾ ഒരുപക്ഷെ യൂറോപ്പിലും അമേരിക്കയിലും മറ്റെല്ലാ രാജ്യങ്ങളിലും ഉണ്ടാകും. നമ്മുടെ കൊച്ചുനാട്ടിലും ഇപ്പോൾ നമ്മൾ അനുഭവിക്കുകയാണല്ലോ. ഇനിയും അത് ഏറെയായി തീരും. നമുക്ക് പ്രാർത്ഥനയിൽ നിലനിന്നുകൊണ്ട് യേശുവിന്റെ വിശ്വാസത്തിലും സ്നേഹത്തിലും നിലനിന്നുകൊണ്ട് അത് മുന്നോട്ട് പോകാം. നിശ്ചയമായിട്ടും കർത്താവ് ഈ അവസരത്തിൽ നമുക്ക് ഒരു ലോകാവസാനം തരില്ല, ഉടൻ തരില്ല. കാരണം നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ട ഏറെ പേരുണ്ട്. അത് നീയാണോ, ഞാനാണോ, അവനാണോ എന്ന് ഓരോരുത്തരും അത് ചിന്തിക്കണം. അതെ പ്രിയപ്പെട്ടവരെ, അത് നീ ഒരു നല്ല ക്രിസ്ത്യാനിയായി, ഉത്തമ ക്രിസ്ത്യാനിയായി, യേശുവിന്റെ വിശ്വാസിയായി അവനെ അനുധാപനം ചെയ്യുന്നുണ്ടോ? നീ ഒരു പുതിയ സൃഷ്ടിയാണോ? അവരോടുകൂടി ക്രൂശിക്കപ്പെടാൻ തയ്യാറാണോ? ലാഭമായിരുന്നതിന് നഷ്ടമായി കരുതുവാൻ തയ്യാറാണോ? ഇതൊക്കെ അത് ചിന്തിക്കുക. അതെനിക്ക് പറയാനുള്ളത് മാത്രം. യേശു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം എന്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുകയാണ്. ഈ കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ മനസ്സിലാക്കണമേ. ഇനിയുമെങ്കിലും, ഇപ്പോൾ തന്നെ ലേറ്റായി, ഇനിയും ലേറ്റാകാൻ കാത്തിരിക്കരുത്. കർത്താവ് യേശു കരങ്ങൾ നീട്ടി നിങ്ങളെ ആശീർവദിക്കട്ടെ. കണ്ണുകൾ ശാന്തമായി അടയ്ക്കുക. കർത്താവെ, ഞാൻ കൊടുത്ത ഈ സന്ദേശം ആത്മനാ സ്വീകരിച്ചുകൊണ്ട് യഥാർത്ഥ ഒരു ജീവിത നവീകരണത്തിലേക്ക് കടന്നു വരുവാൻ ഇത് കേൾക്കുന്ന ഓരോരുത്തരെയും സഹായിക്കണമേ ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണമുള്ള കർത്താവെ, ചുറ്റും നോക്കുമ്പോൾ ഞങ്ങളൊക്കെ വിലപിക്കുന്നത് യുദ്ധത്തിൽ മരിക്കുന്ന പട്ടാളക്കാരെ പറ്റിയും ആളുകളെപ്പറ്റിയും സ്ത്രീകളെപ്പറ്റിയും കുട്ടികളെപ്പറ്റിയും ഒക്കെയാണ്. എന്നാൽ വിശ്വാസത്തെ പ്രതി മരിക്കുന്നതിനെ പറ്റി ആരും ചിന്തിക്കുന്നില്ല. ആ വിശ്വാസത്തെ പറ്റിയുള്ള ഏറെ പീഡനങ്ങൾ എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുന്നു. ഈശോയെ അങ്ങ് അനുവദിച്ചിരിക്കുന്നതാണ്, അങ്ങ് പ്രവചിച്ചിട്ടുള്ളതാണ്, അങ്ങ് ഒരുക്കുകയാണ് ഒരു വലിയ മഹാജൂബിലിക്ക് വേണ്ടി. യഥാർത്ഥ സത്യവിശ്വാസത്തിൽ കർത്താവെ, അങ്ങയുടെ പങ്കപ്പാടും അങ്ങയുടെ കുരിശുമരണവും അങ്ങയുടെ ബലിയർപ്പണവും അതുപോലെ അങ്ങ് പരിശുദ്ധാത്മാൻ നൽകിയ പെന്തക്കോസ്തായും സുവിശേഷം പ്രഘോഷിക്കലുമെല്ലാം ആത്മീയമായിട്ട് അനുഭവിച്ച് ഒരു ആത്മീയ സഭയെ അങ്ങ് പണിത് ഉയർത്തുകയാണ് ഈ നാടുകളിൽ നടക്കുവാൻ. കർത്താവ് ഏറെ പേർ വിസമ്മതിക്കുന്നവർ തിരസ്കരിക്കപ്പെടും. കർത്താവ് ഈ വചനം കേൾക്കുന്ന എല്ലാവരും അങ്ങനെ തിരസ്കരിക്കാതെ അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ടവരായി അങ്ങയുടെ ഹൃദയത്തിലായിരിക്കണമെന്ന് ആഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു വിഷയം, ഞാൻ ഈ പറയുന്നതിനെ പോലും തിരസ്കരിക്കുന്ന ധാരാളം പേർ ഇവിടെയുണ്ട്. അവരെ അങ്ങേക്കറിയാം, അവരെയും ഞാൻ അങ്ങേക്ക് അർപ്പിക്കുന്നു. യേശുവിന്റെ ഹൃദയത്തിൽ, മാതാവിന്റെ വിമല ഹൃദയത്തിലൂടെ നിങ്ങളെ അർപ്പിച്ച് നിങ്ങളെ ആശീർവദിക്കുന്നു, അനുഗ്രഹിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.